PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന സർക്കാർ പ്രഖ്യാപനത്തോടെ വെട്ടിലായത് മുസ്ലിം ലീഗാണ്. പദ്ധതിക്കെതിരെ ശക്തമായ എതിർപ്പ് ഉയർത്തിയിരുന്ന ലീഗിന് പിന്നോട്ടില്ലെന്ന സർക്കാർ തീരുമാനത്തിൽ സ്വന്തം രാഷ്ട്രീയ നിലപാട് വീണ്ടും വിശദീകരിക്കേണ്ട അവസ്ഥയാണ്. വിഷയത്തിൽ KM ഷാജിയുടെ പഴയ പ്രസംഗമുയർത്തി കടന്നാക്രമിക്കുകയാണ് LDF. അറബിക്കടലിൽ തപ്പിയിട്ട് PM ശ്രീ കിട്ടിയില്ലല്ലോ എന്ന് KM ഷാജിയോട് AK ബാലന്റെ ചോദ്യം. PM ശ്രീയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനത്തിൽ ഉത്തരമില്ലാതെ തൃശങ്കുവിലായത് മുസ്ലിം ലീഗാണോ? മലപ്പുറത്തു നിന്നും ശാന്തകുമാർ ആളുകളുടെ പ്രതികരണം തേടിയിട്ടുണ്ട്. അതിലേക്ക്. PM ശ്രീ വിഷയത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള നിലപാടല്ല ഭരണപക്ഷത്തിലെത്തുമ്പോൾ UDF-നും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും. ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം എന്ത്? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുകയാണ്. അത് ഓരോ തലത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലേക്ക് KM ഷാജി അടക്കമുള്ള ലീഗിൻ്റെ സന്നദ്ധരായ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞു വെച്ചതും വളരെ വസ്തുതാവിരുദ്ധമായിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന രൂപത്തിലേക്ക്, മലപ്പുറം ജില്ലയിലെ ആളുകളെ ഒന്നടങ്കം പറ്റിക്കുന്ന രൂപത്തിലേക്ക് അടക്കം ഇത്തരത്തിലേക്ക് ലീഗിൻ്റെ നേതാക്കന്മാർ അടക്കം പറഞ്ഞു വെച്ചത് തീർത്തും അംഗീകരിച്ചു പോകാൻ വേണ്ടി പറ്റുന്ന സ്ഥിതിയല്ല. ഇപ്പോൾ MSF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് നിയമസഭയിലെ അംഗമാണ്. നിയമസഭയിലെ അംഗമായിട്ടുള്ള PK നവാസിനും ഇതിനെതിരെ ഒരു ശക്തമായൊരു പ്രതിഷേധം പുറത്തിറക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ PM ശ്രീ പദ്ധതി അന്ന് പ്രതിഷേധം വന്നപ്പോൾ, ഇപ്പോൾ LDF-നുള്ളിൽ തന്നെ CPI ആണെങ്കിലും ഒക്കെ ഒരു പ്രതിഷേധം പുറത്തിറക്കിയപ്പോൾ, പ്രതിഷേധം അറിയിച്ചപ്പോൾ അത് മരവിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ ഇന്നത്തെ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ കണ്ടത് ഈ ഒരു ഗുരുകുലത്തിൻ്റെ അജണ്ട എന്തായാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ളൊരു ഇതാണ് മൂപ്പരതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി അതെന്താണെന്നുള്ളത് അതിൻ്റെ ഈ ഉപസമിതിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് വന്നിട്ട് നമുക്ക് അതിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുള്ളൂ. അതെന്തായാലും നടപ്പിലാക്കൂല എന്നാണ് എൻ്റെ വിശ്വാസം. നോർമലായിട്ട് നടക്കുന്ന സംഗതി അങ്ങനെ തന്നെയല്ലേ. മറ്റുള്ള ഒപ്പിട്ട സ്ഥിതിക്ക് ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അന്ന് കുറേ ബഹളങ്ങൾ ഉണ്ടായതല്ലേ. നിലപാടിൽ വ്യതിചലിച്ച മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഇക്കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. മലപ്പുറത്തും ശാന്തകുമാർ വള്ളാലത്ത്, ന്യൂസ് മലയാളം.